യഥാർത്ഥ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തതുപോലെ യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് UK-യിലെ ഒരു മുൻ സൈനികൻ ഉക്രൈനു വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തെ റഷ്യൻ പട്ടാളക്കാർ പിടികൂടുകയും ചെയ്തു. ഇത് കാരണം UK-യും ഫ്രാൻസും മറ്റു ചില രാജ്യങ്ങളും പരിഭ്രാന്തിയിലാണ്. ഇതിനിടയിൽ ജോ ബൈഡൻ വിചാരിച്ചതുപോലെ റഷ്യക്കെതിരെ ഒരു വലിയ ആക്രമണം ഉക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ദിവസത്തിൽ 6 മുതൽ 8 വരെ ATACMS റഷ്യയിലേക്ക് കുതിച്ചുയർന്നു. S-400നെ മുഴുവനായും നശിപ്പിച്ചു. ഇത് ആദ്യമായാണ് ഉക്രൈൻ റഷ്യയുടെ വ്യോമതാവളത്തിൽ ഒരു ദീർഘദൂര ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത്. നമ്മളിതെല്ലാം ഒരു യുദ്ധമായി കാണുമോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടമായി കാണുമോ എന്നുള്ളത് ലോകം ഉടൻ തന്നെ തിരിച്ചറിയും. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉക്രൈൻ സൈനികർ ഇവർ കേഴ്സ് മേഖലയിൽ ഒരു S-400ന്റെ സാന്നിധ്യം വളരെ കാലമായി ശ്രദ്ധിച്ചു. ഈ കേഴ്സ് മേഖലയിലെ S-400 മിസൈൽ വിരുദ്ധ സംവിധാനം ഒരു പരിധിക്കപ്പുറം പ്രവർത്തനമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടെ വരുന്ന റഷ്യൻ സൈനികർ അതിലുള്ള അറ്റകുറ്റപ്പണികളെല്ലാം നോക്കുന്നു. ഇതെല്ലാം ഉക്രൈൻ പട്ടാളക്കാർ ശ്രദ്ധിക്കുന്നു. എന്നാൽ ഈ കേഴ്സ് മേഖലയിലുള്ള ഉക്രൈൻ സൈനികർക്ക് ഇതിനെ നേരിട്ട് നശിപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ ഉക്രൈനിയൻ സൈന്യം ഒരു ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം ശരിയായിരിക്കണം. ആ തീരുമാനത്തിൽ S-400 പൂർണ്ണമായും നശിപ്പിക്കപ്പെടണം. അതായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ ഇന്നലെ ഉക്രൈൻ സൈന്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ നടത്തി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഉക്രൈൻ അതിർത്തി പ്രദേശത്ത് നിന്ന് കേഴ്സ് മേഖലയിലേക്ക് ATACMS അയച്ചു. അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്തേക്ക് ATACMS കൃത്യമായി തന്നെ വന്നു. അങ്ങനെ S-400 മിസൈൽ വേധ സംവിധാനം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഉടനെ ഈ ഒരു വാർത്ത ഉക്രൈൻ സൈന്യം പുറത്തുവിട്ടു. ഇത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ലോകരാജ്യങ്ങൾ പറഞ്ഞപ്പോൾ ഉക്രൈൻ സൈന്യം മറ്റൊരു ട്വിസ്റ്റ് പുറത്തുവിട്ടു. ഫോട്ടോ എവിഡൻസ്. S-400 ആന്റി മിസൈൽ സംവിധാനമാണത്. ATACMS ഉപയോഗിച്ച് S-400 സിസ്റ്റം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഇത് കണ്ടാൽ തീർച്ചയായും റഷ്യയ്ക്ക് ദേഷ്യം വരും. എന്നാൽ അതിനേക്കാൾ ഏറെ ദേഷ്യപ്പെടാൻ മറ്റൊരു കാരണമുണ്ട്. 7 മുതൽ 9 വരെ പ്രധാനപ്പെട്ട റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായി പറയുന്നു. അതിൽ ഒരു കമാൻഡർ ഓഫീസർ ഉണ്ടായിരുന്നു, ഒരു റഡാർ സ്റ്റേഷൻ. ഇങ്ങനെ ഉക്രൈൻ കേഴ്സ് മേഖലയിൽ റഷ്യയ്ക്ക് വലിയൊരു നഷ്ടം തന്നെ വരുത്തിവെച്ചു. ATACMS ഉപയോഗിച്ചുകൊണ്ടുള്ള ATACMS ഉപയോഗിച്ച റഷ്യക്കെതിരെ വളരെ അപ്പോ ഒരു ATACMS വഴി റഷ്യക്കെതിരെ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ആക്രമണമായി നമുക്കിതിനെ കാണാം. ഇനി എന്തൊക്കെ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കിയാൽ ഒരു 92 N6E റഡാർ സ്റ്റേഷൻ, 2 സെൽഫ്-പ്രൊപ്പൽഡ് ലോഞ്ചേഴ്സ് ഓഫ് S-400, കൂടാതെ അഡീഷണൽ സിസ്റ്റംസ്, ആ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന സൈനികർ. ഇങ്ങനെ ATACMS ഉപയോഗിച്ച് ഉക്രൈൻ നിരവധി ആളുകളെ ആക്രമിച്ചുവെന്നുള്ള വാർത്ത തീർച്ചയായും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും. 100 സുപ്രധാന ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഇതാണ്. ഞങ്ങൾക്കെതിരെ 8 ATACMS അയച്ചതായി റഷ്യയും സ്ഥിരീകരിച്ചു. 6 JDAM ബോംബുകളും വർഷിച്ചു. അമേരിക്കൻ നിർമ്മിത ബോംബുകൾ വീശിയെന്നും പറയുന്നു. ഞങ്ങൾക്കെതിരെ 45 എയർക്രാഫ്റ്റ് മോഡൽ ഡ്രോണുകൾ അയച്ചു. ഇങ്ങനെ ഒറ്റ ദിവസത്തിൽ 70 ഡ്രോൺസിന് വരെയും റഷ്യൻ സൈനികർ നശിപ്പിച്ചുവെന്നും പറയുന്നു. യുദ്ധം രൂക്ഷമാകുന്നു എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണിത്. ഇതിനിടയിലാണ് UK-യിലെ ഒരു സൈനികൻ ഉക്രൈനു വേണ്ടി യുദ്ധം ചെയ്യാനായി രാജ്യത്തിനകത്തേക്ക് കടന്നു. റഷ്യയ്ക്ക് എതിരെ അവർ യുദ്ധം ചെയ്തു. അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു. റഷ്യ അയാളെ ഒരു യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചു. അടുത്ത സംഭവം, സ്കാൽപ്പ് എന്ന ഒരു ദീർഘദൂര ആയുധം ഞങ്ങൾ നൽകുമെന്ന് ഫ്രാൻസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്റ്റോം ഷാഡോ അടുത്ത റോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇവയെല്ലാം കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ റഷ്യയ്ക്ക് തീർച്ചയായും കൂടുതൽ Su-34 വിമാനങ്ങൾ ആവശ്യമാണ്. അങ്ങനെ Su-34ന്റെ അടുത്ത ബാച്ച് റോസ്ട്രക് എന്ന കമ്പനി പ്രഖ്യാപിച്ചു. ഞങ്ങൾ വീണ്ടും റഷ്യൻ സൈനികർക്ക് Su-34 വിമാനം നൽകാൻ പോവുകയാണ്. റഷ്യൻ വ്യോമസേനയിൽ Su-34 വിമാനങ്ങൾ ഞങ്ങൾ കൂട്ടിച്ചേർക്കുമെന്നും പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഗെയിം വീണ്ടും ചൂടുപിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം അടുത്ത 2 മാസത്തിനുള്ളിൽ ഒരു കനത്ത യുദ്ധം സംഭവിക്കുമെന്ന് നമുക്കറിയാം. ആ യുദ്ധത്തിന്റെ ഉയർച്ചയാണ് നിങ്ങളിപ്പോ കാണുന്നത്. അടുത്തത്, വീണ്ടും നാറ്റോ എക്സ്പാൻഷൻ സംഭവിക്കുമെന്ന് പറയുന്നു. ഇത്തവണ നാറ്റോയിൽ ചേരാൻ തയ്യാറാണെന്ന് സൈപ്രസ് അറിയിച്ചു. ആ ഒരു ചെറിയ രാജ്യം റഷ്യയെ തങ്ങൾക്ക് പേടിയാണെന്നാണ് നാറ്റോയോട് പറഞ്ഞത്. ഒരു ചെറിയ രാജ്യം നാറ്റോയിൽ ചേരുന്നത് കൊണ്ട് എന്ത് പ്രശ്നമാണ് എന്ന് നോക്കിയാൽ, ഇത്രയും ദിവസം റഷ്യ
ചെറിയ ചെറിയ പുള്ളിയിലൂടെയായിരുന്നു അവരുടെ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഓരോ പുള്ളികളായി ഇപ്പോ മാഞ്ഞു വരികയാണ്. ഈ ഫിൻലാൻഡ്, സ്വീഡൻ ഇവരൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ നിഷ്പക്ഷ നിലപാടായിരിക്കും എടുക്കുക, ഏത് ഭാഗത്തേക്കും പോകില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ചേരിചേരാൻ നയത്തിലുണ്ടായിരുന്ന രാജ്യങ്ങൾ പെട്ടെന്ന് നാറ്റോയിൽ ചേർന്നു. അടുത്ത് അമേരിക്കൻ പ്രസിഡന്റായി ആര് വന്നാലും അവർക്ക് പുറകിൽ ഞങ്ങൾ ഉണ്ടാകും. നാറ്റോ വിമാനങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുടെ വിമാനങ്ങളെയും ഞങ്ങൾ അയക്കും. ഉക്രൈന് ആവശ്യമായ സഹായം ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് തുടർച്ചയായി റഷ്യക്കെതിരെയുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ലിത്വേനിയ. ഈ ബാൾട്ടിക് രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ അവരാണ് അടുത്ത ഭയത്തിലുള്ളത്. ഈ ബാൾട്ടിക് രാജ്യങ്ങളുടെ സഹായം ഉക്രൈന് വളരെ വലിയ രീതിയിൽ ലഭിക്കുന്നുണ്ട്. കാരണം ഇന്ന് ബാൾട്ടിക് രാജ്യങ്ങൾ ഉക്രൈനെ സഹായിച്ചാൽ മാത്രമേ നാളെ ഇവരെ സഹായിക്കാൻ മറ്റ് രാജ്യങ്ങൾ വരികയുള്ളൂ. ഉക്രൈനിയൻ ജനറേറ്റേഴ്സും അമ്മുനേഷൻസ് M113 ഭാഗങ്ങൾ ഉക്രൈനിലേക്ക് അയക്കാൻ പോവുകയാണ് എന്ന് ലിത്വേനിയ പറഞ്ഞു. ഇങ്ങനെ ബാൾട്ടിക് രാജ്യങ്ങളുടെ സഹായവും ഉക്രൈനിലേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഡ്രോണും മിസൈലും കമ്പൈൻ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ആയുധം ഞങ്ങൾ കണ്ടുപിടിച്ചതായി ഉക്രൈൻ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൊടുത്തു. ഇതും നമ്മൾ അറിഞ്ഞതായിരിക്കും. ഈ പാലൻഷ എന്ന പ്രോജക്റ്റിന് ഫണ്ട് ക്ഷാമം ഉണ്ടായാൽ അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേ വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുമെന്നും ലിത്വേനിയ പറഞ്ഞു. അപ്പോ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ പാലൻഷ പദ്ധതി. ഉക്രൈൻ അവരുടെ സ്വയം പര്യാപ്തത നടപ്പിലാക്കുകയാണ്. അവിടെ ലോങ് റേഞ്ച് മിസൈലുകൾക്കും ഡ്രോണുകൾക്കുമായി ഉക്രൈൻ തങ്ങളുടെ പ്ലാന്റേഷൻ വരെ ആരംഭിച്ചു കഴിഞ്ഞു. പല രാജ്യങ്ങൾ അവരെ സഹായിച്ചാലും ഈ ഫണ്ട് റീറൂട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ബാൾട്ടിക് രാജ്യങ്ങളുടെ ഫണ്ടും ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ചെയ്യുന്ന സഹായം കാരണം ഉക്രൈൻ ചെയ്യുന്ന ആക്രമണവും അധികമാകുന്നുണ്ട്. ATACMSഉം അതിന്റെ ആക്രമണം നടത്തി. സ്റ്റോം ഷാഡോ, സ്കാൽപ് മിസൈലുകൾ അടുത്ത് റഷ്യക്കെതിരായ ആക്രമണം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു വിവരം പുറത്തു വന്നത് റഷ്യ എണ്ണ കൈമാറ്റം ചെയ്യുന്ന സ്ഥലം, റഷ്യയുടെ മാജിക്കൽ ഓയിൽ സ്വാപ്പ് സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊരു വാർത്ത പാശ്ചാത്യ രാജ്യം പുറത്തുവിട്ടു. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ ഇത് കാരണം ബാധിക്കും. കാരണം റഷ്യ അവരുടെ ഓയിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കടലിന് നടുവിൽ വെച്ച് ഈ കണ്ടെയ്നർ സ്വാപ്പ് ചെയ്യും. ഇത് റഷ്യയിൽ നിന്നും വന്ന ഓയിൽ ആണ് എന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്വാപ്പിംഗ് സംഭവിക്കുന്നത്. എന്നാൽ ഈ സ്വാപ്പിംഗ് സ്പോട്ട് എവിടെയാണ്, അത് എവിടെ വെച്ച് നടക്കുന്നു എന്നുള്ളത് ഇത്രയും നാൾ രഹസ്യമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ കൈമാറ്റം ചെയ്യുന്ന സ്ഥലം പാശ്ചാത്യ രാജ്യങ്ങൾ വെളിപ്പെടുത്തി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നോർത്ത് കൊറിയ അവരുടെ മിസൈലിൽ ഏതൊക്കെ സ്പെയർ പാർട്സ് ഉണ്ട് എന്നറിയാനായി ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തുകയാണ്. ഓരോ ഭാഗത്തെയായി ഊരിയെടുത്ത് അവയെല്ലാം വളരെ സൂക്ഷ്മമായി ഗവേഷണം ചെയ്യുകയാണ്. നോർത്ത് കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈലിൽ ഏതൊക്കെ സ്പെയർ പാർട്സ് ഉണ്ട്, അതെല്ലാം എവിടെന്ന് വന്നു എന്നുള്ളതെല്ലാം അവർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുകയാണ്. കൂടാതെ ഒരു മാജിക് വെപ്പൺ ഉപയോഗിച്ച് റഷ്യ അടുത്തിടെ ഉക്രൈനിൽ ഒരു വലിയ ആക്രമണം നടത്തി. തുടക്കത്തിൽ ICBM എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. എന്നാൽ അതൊരു IRBM ആയിരുന്നു. അതിന്റെ ചില അവശിഷ്ടങ്ങൾ ഉക്രൈന് ലഭിച്ചിട്ടുണ്ട്. അവർ അതെല്ലാം ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി സബ്സ്ക്രൈബ് ചെയ്യുക.